കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തരുடைய பரிசுத்த நாமத்துக்கு மகிமை உண்டாவதாக. ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി இந்த உபவாச ஜெபத்தில் உங்களோடு இருப்பதில் மிகவும் சந்தோஷப்படுகிறேன். എന്നെ സ്നേഹിച്ച് ശുശ്രൂഷകൾക്ക് എനിക്ക് അവസരം തന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസന് പ്രത്യേകം നന്ദി പറയുന്നു. എന്നെ സ്നേഹിച്ച് ഈ ശുശ്രൂഷകൾക്കായി എനിക്ക് അവസരം തന്ന കർത്താവിൽ ബഹുമാന്യ ദാസന് പ്രത്യേകം നന്ദി പറയുന്നു. இந்த வாய்ப்பை கொடுத்த பாஸ்டர்களுக்கும் என் நன்றியை தெரிவித்துக் கொள்கிறேன். ഇന്ന് രാത്രിയിൽ നമ്മൾ കർത്താവിന്റെ വചനത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ്. இந்த இரவு வேளையில கர்த்தருடைய வசனத்துக்கு நேராய் கடந்து போவோம். നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവ വചനത്തിന് ശക്തിയുണ്ട്. നമ്മുടെ வாழ்க்கையில ஆண்டவருடைய வார்த்தைக்கு வல்லமை உண்டு. ആമേൻ. എവിടെ കയറി എങ്ങും ഒന്നിനും കയറി ചെല്ലുവാൻ കഴിയാത്തിടത്ത് പരിശുദ്ധയാത്മാവിൽ എഴുതപ്പെട്ട ദൈവവചനത്തിന് കയറി ചെല്ലുവാൻ കഴിയും. മുന്നേറി പോക മുടിയാത്ത സൂழ்நிலைയിൽ പരിശുദ്ധാവിയുടെ ഉദവിയോട് മുന്നേറി കടന്നു ചെല്ല മുടിയും. ഇന്ന് രാത്രി വിശ്വസിക്കുമെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്തും പരിശുദ്ധയാത്മാവ് ഇറങ്ങുവാൻ വേണ്ടി പോകുന്നു. ഇന്നേക്കും നിങ്ങൾ വിശ്വാസിപ്പീர்களானால் പരിശുദ്ധ ആവിയാനവർ ഒരു മുന്നേറ്റത്തിൻ പാതയിൽ ഉങ്ങളെ നടത്തി ചെല്ലുവാർ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കളിൻ പുസ്തകം 5-ാം അധ്യായം 5ാவது அதிகாரம் അതിന്റെ 2ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. 2ാவது വചനത്തെ ഒരുവർ വാസിக்கலாம். 1 മുതൽ വായിച്ചാട്ടെ. മതി. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഒരു അരാമ്യ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്നും ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. സിറിയ ദേശത്തിലെ ഒരു ഇസ്രായേൽ ദേശത്തിലിருந்து ഒരു ചെറിയ പൊണ്ണை சிறைப்பிடித்து கொண்டு சென்றார்கள். അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ അദ്ദേഹം ഒരു പരാക്രമശാലിയായിരുന്നു, പക്ഷേ അദ്ദേഹം കുഷ്ഠരോഗിയായിരുന്നു. സീരിയ രാജാവിൻ പടൈത്തലവനാകിയ നാഗമാൻ என்பவன் ഒരു കുഷ്ഠരോഗിയായിരുന്നാൻ. അദ്ദേഹം പരാക്രമശാലിയാണ്, പക്ഷേ ഒരു ഭാഗത്ത് അദ്ദേഹം കുഷ്ഠരോഗിയാണ്. എന്നാൽ അവൻ ഒരു വലിയ പരാക്രമശാലി, എന്നാൽ അവൻ കുഷ്ഠരോഗിയായിരുന്നാൻ. എന്നാൽ ആ ദേശത്തേക്ക് ഇസ്രായേൽ ദേശത്ത് നിന്ന് കവർച്ചപ്പടയായിട്ട് കൊണ്ടുവന്ന ഒരു ചെറിയ പെൺകുട്ടിയെ ആ ദേശത്ത് തന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കൊണ്ടുവന്നു. அந்த தேசத்துல இஸ்ரவேல் தேசத்திலிருந்து சிறைப்பிடித்து கொண்டு வந்த ஒரு சிறு பெண் தன்னுடைய மனைவிக்கு பணிவிடை செய்து கொண்டிருந்தாள். ആ പെൺകുട്ടി തന്റെ നയമാന്റെ ഭാര്യയായ യജമാനത്തിയോട് പറയുന്നു, அந்த சின்ன பொன் தன்னுடைய യജമാട്ടിയെ പാർത്ത് വിധമായി ചൊല്ലുகிறாள், ശബരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും നയമാന് സൗഖ്യം ലഭിക്കും. அந்த தீர்க்கதரிசியிடத்திலே நம்முடைய യജമാൻ പോവാറാனால் നിശ്ചയமாக അവർക്ക് നല്ല സുഖം கிடைக்கும் என்று சொல்லுகிறாள். നോക്കിയേ, അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ചെറിയ പെൺകുട്ടി. അവൾ ഒരു ചെറിയ പെൺപിള്ളை. ഇംഗ്ലീഷിൽ പറയുന്നത് ലിറ്റിൽ ഗേൾ, ചെറിയ പെൺകുട്ടി. ഒരു ചിന്ന പെൺപിള്ളை. ഏകദേശം ഒരു ചെറിയ പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരു 12 വയസ്സിനകത്ത് പ്രായം കാണുമായിരിക്കും. ഒരുവേള അവൾക്ക് 12 വയസ്സ് ഇരിക്കലാം. 12 വയസ്സിനകത്ത് ആ പെൺകുട്ടിക്ക് പ്രായം കാണുമായിരിക്കും. 12 വയസ്സുക്കുള്ള அந்த பிள்ளையுடைய വയസ്സ് ഇരിക്കലാം. അപ്പൊ നോക്കി, ഈ പെൺകുട്ടി ദേശത്തേക്ക് വന്നത് ഒരു നല്ല വഴിയിലൂടെയല്ല വന്നത്. അവൾ இந்த ദേശത്തേക്ക് വരുമ്പോൾ ഒരു നല്ല സൂழ்நிலையில வரவில்லை. കവർച്ചപ്പടയായിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ്. ഒരു സിറൈപിടിത്ത് കൊണ്ടുവരപ്പെട്ടവൾ. ഒരു ഗസ്റ്റ് ആയിട്ട് വന്നതല്ല. അവൾ ഒരു വിരുന്നാളിയായി വരവിல்லை. ഒരു അടിമയായിട്ട് വന്നതാണ്. ഒരു അടിമയായി അങ്ങേ വന്ന് ചേർന്നു. പക്ഷേ ആ ദേശത്ത് വന്നെങ്കിലും, അവൾ அந்த ദേശത്തിലെ വന്നിരുന്നാലും, ആ പെൺകുട്ടിയുടെ അകത്ത് കർത്താവുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടായിരുന്നു. അവൾക്കും ദേവനുക്കും ഒരു നല്ല തുടർബ് ഇരുന്നുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധയാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ ദൈവവുമായിട്ടൊരു നല്ല ബന്ധം വയ്ക്കണം. ഇന്നേക്ക് പരിശുദ്ധ ആവിയാനവർ ഉങ്ങളോട് ഇടപെടുகிறார். നീങ്ങളും കർത്തർക്കുള്ള ഒരു നല്ല ഒരു ഐക്യത്തിലെ വളര வேண்டும் என்று. നോക്കി, ഈ പെൺകുട്ടി അവിടെ
നിന്ന് സാക്ഷ്യം പറയുകയാണ്. അവൾ അവളുടെ സാക്ഷിയെ വിധമായി சொல்லுகிறாள். ഞങ്ങളുടെ ദേശത്ത് ഒരു പ്രവാചകനുണ്ട്, எங்கள் தேசத்துல ஒரு தீர்க்கதரிசி இருக்கிறார், ഞങ്ങളുടെ ദേശത്ത് ഒരു ദൈവ പുരുഷനുണ്ട്. ஒரு தேவ மனிதன் அங்க இருக்கிறார். ആ ദൈവ പുരുഷന്റെ അടുക്കൽ ചെന്നാൽ அந்த தேவ மனிதனிடத்துல இவர் செல்வாரா, നിശ്ചയമായിട്ടും സൗഖ്യമുണ്ടാകും. நிச்சயமாக அவர் சுகம் பெற்றுக் கொள்ளுவார். അവിടെ മുമ്പിൽ രണ്ട് വഴികൾ ആ പെൺകുട്ടിയുടെ മുമ്പിലുണ്ട്. அவள் ரெண்டு காரியத்தை அவள் சொல்லுகிறாள். അവൾ വന്ന പാർക്കുന്ന ദേശത്ത് രണ്ട് വഴികൾ അവിടെ മുമ്പിലുണ്ട്. അവൾ பார்த்ததிலே அவர் ரெண்டு வழி அவள் சொல்லுகிறாள். ഒന്നുകിൽ അവൾക്ക് അവളുടെ ജീവിതത്തെ നോക്കി അയ്യോ ഇത്ര കഷ്ടമായി പോയി എന്റെ ജീവിതം എന്ന് പറഞ്ഞിരിക്കാം. இப்பொழுது இவ்வளவு கஷ்டத்துக்குள்ள போய்விட்டேனே என்றுள்ள எண்ணம் இருக்கலாம். എന്റെ അപ്പനില്ല ഇവിടെ, എന്റെ അപ്പൻ ഇവിടെ ഇല്ല, എന്റെ അപ്പ ഇവിടെ ഇങ്ക ഇല്ല, എന്റെ കൂടെ എന്റെ അമ്മയില്ല, അമ്മ ഇങ്ക ഇല്ല, ഞാനൊരു അനാഥയായി ഇവിടെ പാർക്കുന്നു, ഞാൻ ഒരു അനാഥയായി ഒരു അടിമയായി ഇങ്ക ഇരിக்கிறேன். എന്നാൽ എന്റെ ദൈവം എന്നോട് ഈ ചതി ചെയ്തല്ലോ എന്ന് ആ കുഞ്ഞിന് പറയാം. എൻ ദൈവം ഇവിധമായി இந்த സൂழ்நிலைയിൽ അനുപ്പി வைத்தாரே എன்ற ഒരു എണ്ണം വന്നിരിக்கலாம். എന്തുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് ഇത് സംഭവിച്ചു? ഏൻ എനിക്ക് இப்படி സംഭവിച്ചത്? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് ഈ തകർച്ചയുണ്ടായി? എനിക്ക് ഏൻ ഇവിധமான സൂழ்நிலை വന്നത്? എന്റെ ചെറുപ്രായ ഞാൻ ന്യായപ്രമാണം പഠിച്ച വ്യക്തിയാണ്. ഞാൻ ചിന്ന വയസ്സിലിരുന്ന് ന്യായപ്രമാണത്തെ പഠിച്ചിരിக்கிறேன். ഞാൻ പ്രമാണം ആമേൻ വള്ളി പുള്ളി തെറ്റാതെ പാലിച്ച വ്യക്തിയാണ്. ഞാൻ പ്രമാണം അനുസരിച്ച വ്യക്തിയാണ്. ഞാൻ പ്രമാണം കൈക്കൊണ്ട് നടന്ന ഒരു മകളാക്കും. ഞാൻ ന്യായപ്രമാണം വിട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ന്യായപ്രമാണത്തിക്ക് വിരോധമായി ഒരു തവറും ചെയ്യവില്ല. പക്ഷെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് ഇത് സംഭവിച്ചു? ഏൻ എനിക്ക് இந்த സംഭവം വന്നത്? ഇന്ന് രാത്രികാലം ഒരു കാര്യം മനസ്സിലാക്കണം. ചിന്തിക്ക വേണ്ടും. ഒരുവേള നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരുവേള ജപിക്കുന്നവர்களாയിരിക്കാം, നീ ഉപവസിക്കുന്ന വ്യക്തിയായിരിക്കാം, ഉപവാസിക്കുന്ന ഒരു മനുഷ്യர்களாയിരിക്കാം. പക്ഷെ നീ ചിന്തിക്കാത്ത ചില പ്രതിസന്ധികളുടെ നടുവിലൂടെ നീ പലപ്പോഴും കടന്നു പോകേണ്ടി വരും. നിങ്ങൾ വിരുമ്പാത ഒരു ചില പാത വഴിയായി നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇന്ന് രാത്രി മനസ്സിലാക്കുക, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പുരിந்துകൊള്ളുங்கள், ദേവനാൽ അழைக்கப்பட்டவர்கள், ദേവനിடത്തിൽ അൻപു കൂറുന്നവർക്ക് അവർ സകലത്തെയും നന്മയ്ക്കാக செய்கிறார். നിന്റെ കഷ്ടതയെ നോക്കി ശാപവാക്ക് നീ പറയരുത്. ഉന്റെ കഷ്ടത്തെ നോക്കി ശാപത്തിന്റെ വാക്ക് പറയരുത്. ശാപത്തിൻ വാർത്ത சொல்ல കൂടാതെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയെ നോക്കി ശാപത്തിന്റെ വാക്ക് നീ ഒരിക്കലും പറയരുത്. സൂழ்நிலையை பார்த்து சாப வார்த்தை ഒരു നാളും சொல்லக்கூடாது. ആമേൻ. കഷ്ടതയെ നോക്കി പറയണം, കഷ്ടത എന്റെ ജീവിതത്തിനകത്ത് ഗുണമാക്കി എന്റെ ദൈവം മാറ്റാൻ പോകുന്നു. എനിക്ക് വന്നിരിക്കുന്ന കഷ്ടമെല്ലാം കർത്തർ എന്റെ നന്മയ്ക്കാக അനുവദിച്ചിരിக்கிறார். കഷ്ടത എന്റെ നന്മയ്ക്കാക്കി ദൈവം മാറ്റാൻ പോകുന്നു. இந்த இருக்கிற கஷ்டத்தை கர்த்தர் எனக்கு நன்மையாய் மாற்ற ഈ കണ്ണുനീർ എന്റെ നന്മയ്ക്കാക്കി ദൈവം മാറ്റാൻ പോകുന്നു. இந்த കഷ്ടങ്ങളെ കർത്തർ എനിക്ക് നന്മയായി മാറ്റ പോകുகிறார். ഞാൻ അനുഭവിക്കുന്ന സകല വ്യതകളെയും ദൈവം നന്മയാക്കി മാറ്റാൻ പോകുന്നു. ഞാൻ അനുഭവിക്കുന്ന സകല വേദനകളെയും കർത്തർ നന്മയായി മാറ്റ പോകുகிறார். നോക്കിയേ, ഈ കൊച്ചു പെൺകുട്ടി ഈ നയമാന്റെ ഭാര്യയോട് ഇത് പറഞ്ഞപ്പോൾ, அந்த சின்ன பொன் நாகமானுடைய மனைவிடத்துல சொன்னபோது, ആ നയമാന്റെ ഭാര്യ ആ വാക്ക് കേൾക്കണമെങ്കിൽ, അനുസരിക്കണമെങ്കിൽ ആ കൊച്ചു പെൺകുട്ടിയുടെ നാവിന്റെ മേൽ ഒരു ദൈവത്തിന്റെ അധികാരമുണ്ട്. அந்த வார்த்தையை அந்த எஜமாட்டி கேட்க வேண்டுமானால் இவளுடைய வார்த்தையில ஒரு அதிகாரம் இருந்தது. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, നമ്മുടെ ഈ കുഞ്ഞിന്റെ അത്രയും പ്രായം കാണുമായിരിക്കാം, இந்த பிள்ளை அளவு வயசு இருக்கலாம். ഈ കുഞ്ഞ് നമ്മുടെ വീട്ടിലൊരു വാക്ക് പറഞ്ഞാൽ എത്ര പേര് അതിനനുസരിക്കും? இவள் ஒரு வார்த்தை சொன்னால் வீட்டில் உள்ளவர்கள் எத்தனை பேர் அதை ஏற்றுக்கொள்வார்கள்? നമ്മൾ പറയും വായടച്ച് മിണ്ടാതിരിക്കണം, നീ ചുമ്മാ വായ മൂടിയിട്ട് ചുമ്മാ ഇரு എന്ന് சொல்லுவோம். നീ നിന്റെ പണി നോക്കിക്കോ, ഞങ്ങൾക്ക് പ്രായമുണ്ട്, പക്വതയുണ്ട്, നീ മിണ്ടാതിരിക്കാൻ പറയും. നീ ഉനക്ക് അതുക്കുரிய വയസ്സ് വരവില്ല, നീ ചുമ്മാ ഇரு എന്ന് சொல்லுவார்கள். ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, അപ്പോൾ ഈ കൊച്ചു പെൺകുട്ടിയുടെ നാവിൻ്റെ മേൽ ഈ കുഞ്ഞ് പറഞ്ഞപ്പോൾ, ഈ നയമാന്റെ ഭാര്യ എന്ന് പറയുന്നത് ആ ദേശത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന പരാക്രമശാലിയുടെ ഭാര്യയാണ്. இந்த மனுஷன் யாருன்னு சொன்னால் அந்த தேசத்தில் உள்ள ஒரு பராக்கிரமசாலி, ஒரு படைத்தலைவன். പക്ഷേ ആ പെൺകുട്ടിയുടെ വാക്കിന്റെ മുൻപിൽ ആ നയമാന്റെ ഭാര്യ അനുസരിച്ചു. அந்த யஜமானுடைய அந்த பராக்கிரமசாலி, அந்த படைத்தலைவனுடைய மனைவி அவளுடைய வார்த்தையை நம்பினாள்.
അപ്പോൾ മനസ്സിലാക്കണം, നാവിന്റെ മേലാണ് അധികാരം ഇരിക്കുന്നത്. நம்ம ஒன்று புரிந்து கொள்ள வேண்டும், நம்முடைய நாவில தான் அதிகாரம் இருக்கிறது. നാവിന്റെ മേലാണ് അധികാരം ചലിക്കുന്നത്. நாவில தான் அதிகாரம் இருக்கிறது. ഈ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. அந்த நாவை கொண்டு தேவையில்லாத வார்த்தைகளை பேசக்கூடாது. ഈ നാവ് കൊണ്ട് കളിവാക്ക് പറയരുത്. அந்த நாவை கொண்டு தேவையில்லாத காரியங்களை பேசக்கூடாது. ഈ പഴയ നിയമം പഠിക്കുമ്പോൾ, പഴയ നിയമത്തിനകത്ത് വരുമ്പോൾ, பழைய ஏற்பாடுல படிக்கும்போது ഉൽപ്പത്തി പുസ്തകം, ആദിയാമത്തിൻ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 19-ാമത്തെ അധികാരം അതിന്റെ 14-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. 14-ാമത്തെ വചനത്തെ വാസിക്കലാം. ഉൽപ്പത്തി 19:14. അങ്ങനെ അപ്പോൾ നോക്കിയേ, ലോത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവിടെ കാണാൻ കഴിയും. ലോത്ത് എന്ന് சொல்லுகிற ഒരു മനുഷ്യൻ, ഈ ലോത്ത് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ മരുമക്കളോട് പറയുകയാണ്, അവൻ തന്റെ മരുമക്കളിടത്തിലെ சொல்லுகிறான், ഇവിടെ വലിയ പ്രശ്നം വരാൻ പോകുന്നു, ഒരു പെരിയ പ്രശ്നം വരപ്പോകുന്നത്, യഹോവ ഈ പട്ടണം നശിപ്പിക്കാൻ പോകുന്നു, ദേവൻ இந்த പട്ടണത്തെ അழிக்க പോകുகிறார். അപ്പോൾ ഈ മനുഷ്യൻ ഇത് പറഞ്ഞപ്പോൾ இந்த മനുഷ്യനിടത്തിലെ சொன்னபோது അവരുടെ മരുമക്കൾ പറയുകയാണ്, മരുമക്കൾ சொல்லுகிறார்கள், അവൻ കളി പറയുന്നു. അവൻ ഏതോ വിളയാട്ടുക്ക് சொல்லுகிறான். നോക്കിയേ, അവൻ കളി പറയുന്നു, അവൻ ഏതോ വിളയാട്ടുക്ക് சொல்லுகிறான். അപ്പോൾ ലോത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? ലോത്തുடைய அந்த தன்மை എവിധമായിരുന്നത്? ഭയങ്കര തമാശ പറയുന്ന ആളായിരുന്നു. അവൻ ഭയങ്കര തമാശ சொல்லுகிற ആൾ, ഭയങ്കര കളി പറയുന്ന ആളായിരുന്നു. അവൻ ഭയങ്കര വിളയാട്ടുക്ക് சொல்லுகிறது പോലെ தெரிந்தது. പ്രശ്നം വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ, പട്ടണം നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ, എല്ലാവരും അழிந்து പോവാர்கள் என்று சொன்னபோது, നോക്കിയേ, ലോത്ത് പറയുകയാണ് ഇവിടം വിട്ടു പോകണം. നാം ലോത്ത് சொல்லுகிறார், இந்த இடத்தை விட்டு போய் விடுவோம் என்று. പക്ഷേ മരുമക്കൾ പറയുക അവൻ തമാശ പറയുക. മരുമക്കൾ சொல்லுகிறாள், അവൻ ഏതോ തമാശക്ക് சொல்லுகிறாൻ. രാത്രി മനസ്സിലാക്കിക്കോണം, എല്ലാവരും ഇதை വിളങ്ങിക്കൊള്ള വേണ്ടും. നമ്മുടെ നാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ വാക്കിന് വില കൽപ്പിക്കണമെങ്കിൽ, നമ്മുടെ വാർത്തയിലെ വല്ലമേ ഇല്ലാവിട്ടാൽ, നമ്മുടെ നാവിന്റെ മേൽ അധികാരം ചലിക്കണമെങ്കിൽ, നമ്മുടെ വാർത്തയിലെ അധികാരം ഇല്ലാവിട്ടാൽ, ദൈവഹിതമില്ലാത്ത കളിവാക്കും തമാശയും പറയുവാൻ ഒരു ഭക്തൻ നിൽക്കരുത്. തമാശ പേശുവதற்கு ഒരു മനുഷ്യനും കർത്തർ അനുവദിക്കാൻ മാട്ടില്ല. രാത്രികാലം നീ ജോലി ചെയ്യുന്ന ഓഫീസിനകത്ത്, നീ இந்த இரவு வேளையில நீ வேலை செய்கிற ஒரு ஆபீஸ்ல, നിന്റെ ബന്ധുക്കളുടെ നടുവിൽ, ഉന്റെ സംബന്ധപ്പെട്ട ആൾക്കളിടത്തിൽ, നീ പാർക്കുന്ന ദേശത്തിൽ, നീ പാർക്കുന്ന ദേശത്തിൽ, നിന്റെ ചാർച്ചക്കാരുടെ കൂട്ടത്തിൽ, ഉന്റെ ബന്ധുക്കളുടെ മധ്യത്തിൽ, ഉങ്ങളുടെ ജനങ്ങൾ മധ്യയിലെ, നീ എവിടെയായിരുന്നാലും, നീ എങ്ക ഇരുന്നാലും, നിന്റെ വാക്കിന് മറ്റുള്ളവർ വില കൽപ്പിക്കണമെങ്കിൽ, വാർത്തയിലെ വല്ലമേ വെളിപ്പെടണമെന്നാൽ, ദൈവവചനം പറയുന്ന വാക്കുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത്. ദേവന്റെ വാർത്തയെ കൊണ്ട് ദേവയില്ലാത്ത വാർത്തകളെ പേശക്കൂടാതെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മേൽ കൃപ വർദ്ധിക്കുവാൻ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നവരാണ്. നമ്മേലെ കൃപ ഇറങ്ങ വേണ്ടും എന്ന് അധികമായി വിരുമ്പുகிறവர்கள். നമ്മൾ ഉപയോഗിക്കപ്പെടണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നവരാണ്. നാം പ്രയോജനപ്പെടണമെങ്കിൽ, பயன்பட வேண்டும் என்று விரும்புகிற ஆட்கள், അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ്. അഭിഷേകം പെറ്റുകൊള്ള வேண்டும் என்று വാഞ്ചിக்கிறவர்கள். ആദ്യം നമ്മൾ നിയന്ത്രിക്കേണ്ട അവയവം നമ്മുടെ നാവാണ്. അവർ നമ്മെ பயன்படுத்துவது നമ്മുടെ നാവിൻ മൂലമാത്താണ്. ആമേ, ആദ്യം നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. முதலாவது அவர் பயன்படுத்த നമ്മുടെ നാവை കൊണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ നാവ് കൊണ്ട് വഴക്കുണ്ടാക്കരുത്. നമ്മുടെ നാവിനാലെ വഴക്കുണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്, சண்டைக்கு போக கூடாது. നമ്മുടെ നാവ് കൊണ്ട് ശണ്ട ഇല്ലാതാക്കണം. നമ്മുടെ നാവിനാലെ സண்டை സച്ചരവുകളെ ഇല്ലാமல் பண்ண வேண்டும். ഞങ്ങളുടെ കേരളത്തില് കേരള പദ്ധതിയിലെ പാസ്റ്റർ ചിരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. പാസ്റ്റർ ചിരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ചിരിക്കാവിട്ടാൽ പ്രശ്നം. പാസ്റ്റർ കൈ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. പാസ്റ്റർ കൈ കൊടുക്കലേന്നാ അത് പ്രശ്നം. ചിലപ്പോൾ പാസ്റ്റർ ഡയറക്റ്റ് ചിലപ്പോൾ തിരക്കായിട്ട് അല്ലെങ്കിൽ ബിസി ആയിട്ട് പോയാൽ അത് പ്രശ്നമാണ്. പാസ്റ്റർ കൊഞ്ചം അവസരമാ ഇരിക്കണം അപ്പേ പോയിട്ടാലും അതുക്കും പ്രശ്നമുണ്ട്. പാസ്റ്റർ വചനത്തിനകത്തോടെ പ്രസംഗിച്ച് അത് ആർക്കെങ്കിലും ഹൃദയത്തിനകത്ത് നോവായാൽ അത് പ്രശ്നമാണ്. അവർ പേസുகிறதுல ഏതാകിലും ഉള്ളത്തിലെ ഏതാ തൊട്ടിട്ടാ അതും പ്രശ്നയാ പോയിരും. വീട്ടിൽ ചെന്നാ ഉടൻ വീട്ടിലെ പോനാൽ ഫോൺ എടുക്കും, ഫോൺ എടുത്ത് മറ്റു വിശ്വാസിയെ വിളിക്കും, മറ്റു വിശ്വാസിയെ കൂപ്പിടുവാர்கள். എന്നിട്ട് പറയും, അവരിടത്തിൽ சொல்லுவார்கள், ഇന്ന് പാസ്റ്റർ എന്നെ കുത്തി, എന്നെ ഇன்றைக்கு இந்த பாஸ்டர் குத்தி பேசினார், ഇന്ന് എന്നെ പാസ്റ്റർ അടിച്ചു, എന്നെ இந்த பாஸ்டர் அடித்தார்.
Praise the Lord. அல்லேலூயா. ഇന്ന് രാത്രിയിൽ இந்த இரவிலே നമ്മൾ മനസ്സിലാക്കണം, நீங்கள் ஒன்றை புரிந்து கொள்ள வேண்டும். നമ്മുടെ രഹസ്യ ജീവിതം കാണുന്ന ഒരു ദൈവമുണ്ട്. நம்முடைய அந்தரங்க வாழ்க்கையிலே காண்கிறவர் தேவன். 4 ഭിത്തിക്കകത്ത് നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടിയും കാണുന്ന ഒരു ദൈവമുണ്ട്. 4 சுவருக்குள்ளே நாம் செய்கிற ஒவ்வொரு காரியங்களையும் கர்த்தர் கவனித்துக் നീ கொண்டிருக்கிறார். പറയുന്ന വാക്ക് എടുത്തുകൊണ്ട് പോകാൻ സ്വർഗ്ഗത്തിലെ ദൂതൻ നിനക്കായി നിൽക്കുകയാണ്. உன்னுடைய வார்த்தைகளை எடுத்துக்கொண்டு போக பரலோகத்தின் தூதர்கள் காத்துக் கொண்டிருக்கிறார்கள். അതുകൊണ്ട് നമ്മുടെ ജീവിതം മുഖേന ആർക്കും ഒരു കൈപ്പാകാൻ ഇടയാകരുത്. நம்முடைய ஜீவியத்திலே எதை குறித்து ആരുടെയും ജീവിതത്തിനകത്ത് ഉടച്ചിലുണ്ടാകരുത്. யாரையும் உடைந்து போகக்கூடிய அளவில் பேசக்கூடாது. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അപ്പോൾ നോക്കിയേ, അപ്പോൾ ലോത്തിന്റെ നാവിന്റെ അല്ലെങ്കിൽ ലോത്തിന്റെ ജീവിതം കളി പറയുന്ന ജീവിതമാണ്. ലോത്തുடைய வாழ்க்கை அவன் தமாஷு பேசுறவர் போல தெரிந்தது. പക്ഷേ ഈ പെൺകുട്ടിയെ നോക്കിയേ, இங்க அந்த பெண் பிள்ளைகளை பாருங்க. 12 വയസ്സിനകത്തേ ഉള്ളൂ. அந்த பெண் பிள்ளைக்கு 12 வயசு தான் ஆயிற்று. ആ കൊച്ചു പറയുകയാണ്, அந்த பிள்ளை சொல்லுகிறது, ആമേ, ഇന്ന ദേശത്ത് പോയാൽ, இந்த தேசத்திலே போனால் അവിടെ ഒരു പ്രവാചകനുണ്ട്, அங்கே ஒரு தீர்க்கதரிசி இருக்கிறார். ആ കൊച്ചിന്റെ വാക്ക് കേൾക്കണമെങ്കിൽ, அந்த சின்ன பிள்ளையுடைய வார்த்தையை அவள் கேட்க வேண்டும். ആ കുട്ടി ആ ഭവനത്തിനകത്ത് എങ്ങനെ ജീവിതം കാഴ്ചവെച്ചു, அந்த சின்ன பிள்ளை அந்த வீட்டிலே എപ്പോഴായി வாழ்ந்திருப்பாள். ആമേൻ. ആ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ആ കൊച്ചിന്റെ പരിപാടി ആ ഭാര്യയെ സഹായിക്കുക എന്നുള്ളതാണ്. அந்த பிள்ளையுடைய நிலைமை, அந்த பிள்ளை യജമാട്ടിക്ക് അവൾ അടിമ. ആമേൻ. ആ ഭാര്യയെ സഹായിക്കുകയാണ്, അടുക്കളയിൽ സഹായിക്കുക. ആ സമയത്തെല്ലാം ഈ കുഞ്ഞ് ആ വീട്ടിലെ പ്രശ്നം കാണുന്നുണ്ട്. அங்கே அவள் அந்த வீட்டில் வேலை செய்யும் போதெல்லாம் அவளுக்கு அந்த தேவ பிரசன்னத்தை அவள் வெளிப்படுத்தி கொண்டிருந்தாள். നയമാന്റെ കുഷ്ഠം ആ കുഞ്ഞ് കാണുന്നുണ്ട്. அந்த நாகமாന്റെ குஷ்டத்தை அங்க இருக்கிற பிரச்சனையை அவள் பார்க்கிறாள். ആ കുഞ്ഞ് ഭവനത്തിലായിരിക്കുമ്പോഴും അവൾ அந்த வீட்டில் இருந்தாலும் നയമാന്റെ കുഷ്ഠം ആ കുഞ്ഞ് കാണുന്നുണ്ട്. அந்த நாகமாന്റെ குஷ்டத்தை அவள் பார்க்கிறாள். എന്നെയും നിങ്ങളെയും ദൈവം ഓരോ ഇടങ്ങളിലാക്കി വെച്ചിരിക്കുന്നത്, தேவன் நம்மை ஒவ்வொரு இடத்துல ஏற்படுத்தி வைத்திருக்கிறார். അവിടെ പ്രശ്നമില്ലെന്നല്ല, அங்கேயும் பிரச்சனை இருக்கத்தான் അവിടെ செய்கிறது. പ്രതിസന്ധി ഇല്ലെന്നല്ല, எல்லா இடத்திலும் அந்த பிரச்சனைகள் இருக்கிறது. അവിടെ വെല്ലുവിളി ഇല്ലെന്നല്ല, അവിടെ വേദന ഇല്ലെന്നല്ല, വേദന ഇല്ലാமல் இல்லை. പക്ഷെങ്കിൽ അതിന്റെ അകത്ത് നിന്നെ വെച്ച് കർത്താവിന് എന്തോ വലിയ പ്ലാൻ ചെയ്യാനുണ്ട്. അവിടെ உங்களை கொண்டு கர்த்தர் எதையோ செய்ய வேண்டும் என்று விரும்புகிறார். നീ ചില ഭവനത്തിനകത്ത് കയറുന്നത് ആ ഭവനത്തിന്റെ വിടുതലിന് കാരണമായി തീരും. நீ அந்த இடத்துல நீ அந்த வீட்டுக்கு நீ ஒரு விடுதலை உண்டு பண்ணுகிறவளா இருக்க வேண்டும். ഒരു വീട്ടിനകത്ത് കയറിയാൽ, അഭിഷേകത്തോടെ നീ കാൽ ചവിട്ടിയാൽ, ആ ഭവനത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവം എന്നെയും നിങ്ങളെ ഉപയോഗിക്കുവാൻ പോകുന്നു. நீ உன்னுடைய അഭിഷേകത്തോടെ ഒരു വീട്ടിലെ കാൽ வைத்தாயனால் உன்னை கொண்டு கர்த்தர் அங்கே செய்ய வேண்டிய கிரியைகளை செய்வார். ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കി, അപ്പോൾ ഈ കൊച്ചു പെൺകുട്ടി തന്റെ ജോലി ചെയ്യുമ്പോഴും அந்த சின்ன பிள்ளை யஜமாட்டிக்கு வேலை செய்து கொண்டிருந்தாலும் തന്റെ ഹൃദയത്തിനകത്ത് ചിലപ്പോൾ വേദന കാണും. அவளுக்கு இருதயத்துல பல வேதனைகள் இருக்கலாம், ചോദ്യങ്ങളുണ്ട്, പല കേൾവികൾ ഉണ്ട്. താൻ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിനകത്തൊന്നും നടന്നില്ല. അവൾ വിരുമ്പുന്നത് പോലെ അവളുടെ வாழ்க்கையில നടക്കவில்லை. എങ്കിലും അവൾ ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. அவள் இருந்தாலும் தேவனை அவள் விட்டுவிடவில்லை. അവൾ ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. அவள் தேவனை ஒரு நாளும் தள்ளிவிடவில்லை. ആമേ, ഇന്ന് രാത്രികാലം നീ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. നീ ഇന്നേക്ക് കടന്നു പോകുന്ന സൂழ்நிலை എതുവാ இருந்தாலும் കർത്തരോട് ചേർന്ന് കൊൾ. പ്രതിസന്ധി അല്പസമയത്തേക്കേ ആമേ ഉള്ളൂ. പ്രശ്നം എന്ന് சொல்கிறது சின்ன கொஞ்ச நேரம் தான். അത് കഴിയുമ്പോൾ നീ ചിന്തിക്കുന്നതിനപ്പുറമുള്ള വിടുതലുകൾ കാണുവാനിടയായി തീരുമ്പോൾ നീ എതിർപാർക്കുന്ന അത്ഭുതം ഉൻ வாழ்க்கையில നടക്കും. നോക്കി, ഈ പെൺകുട്ടി പറഞ്ഞ പ്രകാരം ഈ യജമാനൻ അല്ലെങ്കിൽ ഈ നയമാൻ ഇസ്രായേൽ ദേശത്തേക്ക് പോകാൻ പോവുകയാണ്. இந்த பெண் பிள்ளை சொன்னது போல அந்த நாகமான் இஸ்ரவேல் தேசத்துக்கு போகிறான். ആമേൻ. അവൻ പോകുമ്പോൾ ഒരു എഴുത്തും കൊണ്ടാണ് പോകുന്നത്. അവൻ പോകുമ്പോൾ എഴുത്തും കൊണ്ടാണ് പോകുന്നത്, കടിതത്തോട് പോകാൻ. ആമേൻ. ഇസ്രായേൽ രാജാവിന്റെ അടുക്കലേക്ക് ഈ എഴുത്ത് കൊണ്ടുചെന്നു. ഇസ്രായേൽ രാജ അങ്ങേ അവൻ പോറதுக்கு കടിതം പെற்றுകൊള്ളുகிறான். അതിന് 7ാമത്തെ വാക്യം വായിച്ചാൽ 7வது വചനത്തെ വാസിக்கலாம். അടുത്ത വാക്യം, 8ാം വാക്യം കൂടെ.
മതി. നോക്കിയേ, ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ ഈ കത്ത് കിട്ടിയപ്പോൾ அந்த இஸ்ரவேலின் ராஜாவிடத்தில் இந்த கடிதம் போன போது ആമേൻ, അവൻ തന്റെ വസ്ത്രം കീറി. அவன் தன்னுடைய வஸ்திரத்தை கிழித்து விட்டான். നോക്കിയേ, ഒരു രാജാവിന്റെ കയ്യിൽ അധികാരമുണ്ട്, ராஜாவிட்ட அதிகாரம் உண்டு, ആ ദേശത്തിന്റെ മേൽ അധികാരമുണ്ട്. அவனுக்கு தேசத்தின் மேல அதிகாரம் உண்டு. പക്ഷെ അവന്റെ രോഗശാന്തിക്കുള്ള അധികാരം അവന്റെ മേലില്ല. ஆனா வியாதியின் மேல அவனுக்கு அதிகாரம் கிடையாது. അവന് ദേശത്തിന്റെ മേൽ അധികാരമുണ്ട്, அவனுக்கு தேசத்துல அதிகாரம் இருக்கிறது. പക്ഷേ സൗഖ്യമാക്കാനുള്ള അധികാരം അവന്റെ മേലില്ല. அவனுக்கு சுகமாக்கக்கூடிய அதிகாரம் அவனிடத்துல இல்ல. അവൻ ഇത് കണ്ടപ്പോൾ അവൻ വിചാരിച്ചു വഴക്കുണ്ടാക്കാൻ, ശണ്ട കൂടുവാൻ വേണ്ടി ഇവൻ വന്നതാണ്. കടിതത്തെ பார்த்தோன்னா അവൻ എനിക്ക് ഏതോ വഴക്കുക്ക് വരുகிறார்கள் എന്ന് നിனைத்தான். നോക്കിയപ്പോൾ ഇസ്രായേലിന്റെ രാജാവിന്റെ മേൽ അധികാരമുണ്ട്, അഭിഷേകമില്ല. അവനുക്ക് അധികാരമുണ്ട്, ആனா അഭിഷേകം ഇല്ല. ആമേൻ, രാജാവിന്റെ മേൽ അധികാരമുണ്ട്, അവന്റെ മേൽ അഭിഷേകമില്ല. രാജാവാ ഇരിക്കുന്നതിനാൽ അവനുക്ക് അധികാരം ഇരിക്കുന്നത്, അവർക്ക് അഭിഷേകം ഇല്ല. പക്ഷേ ആ ദേശത്ത് ഒരു ദൈവ പുരുഷൻ ഉണ്ട്. അங்கே ஆனால் ഒരു ദേവ മനുഷ്യൻ அந்த ദേശത്തിൽ ഇരിക്കുന്നു. രാത്രികാലം ഒരു ദൂത് ഞാൻ പറയാം. இந்த இரவு வேளையிலே ഒരു ദൈവിക ആലോചന ഞാൻ പറയട്ടെ. ഞാൻ ഒരു ദൈവിക செய்தியை உங்களுக்கு சொல்லுகிறேன். നമ്മുടെ വീട്ടിൽ നിന്നും ഒരു ദൈവ പുരുഷൻ എഴുന്നേൽക്കണം. நம்ம வீட்டில இருந்து ஒரு தேவ புருஷன் எழும்ப வேண்டும். ഒരു എഞ്ചിനീയർ എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിലും, ஒரு என்ஜினியர் எழும்ப முடியாவிட்டாலும், ഒരു ഡോക്ടർക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിലും, ஒரு டாக்டர் எழும்ப முடியாவிட்டாலும், ആമേൻ, വലിയ വിദ്യാഭ്യാസക്കാർ എഴുന്നേറ്റില്ലെങ്കിലും, ஒரு நல்ல படிப்பறிவுள்ளவன் எழும்பாவிட்டாലും അവർ എഴുന്നേൽക്കട്ടെ, നല്ല കാര്യം. അവർ எழும்பட்டும், അത് നല്ല കാര്യം. അതിനേക്കാൾ ഉപരി ഒരു ദൈവ പുരുഷൻ എഴുന്നേൽക്കണം. அதை பார்க்கலாம் ഒരു ദേവ മനുഷ്യൻ எழும்ப வேண்டும். പറഞ്ഞ എന്റെ തലമുറ ഒരു ദൈവ പുരുഷനായിരിക്കണം. നമ്മുടെ തലമുറ ഒരു ദൈവ മനുഷ്യനായി മാറ வேண்டும். ആമേൻ, എന്റെ ഭർത്താവ് ഒരു ദൈവ പുരുഷനായിരിക്കണം. നമ്മുടെ പുരുഷൻ ഒരു ദേവ മനുഷ്യനായി இருக்க வேண்டும். എന്റെ അമ്മ ഒരു ദൈവ പുരുഷയായിരിക്കണം. എന്റെ അമ്മ ഒരു ദേവ മനുഷ്യയായി இருக்க வேண்டும். ആമേൻ, ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ആമേൻ, ദൈവ പുരുഷന്മാർ നമ്മുടെ ഭവനത്തിനകത്തു നിന്നും എഴുന്നേൽക്കട്ടെ. இந்த இரவு வேளையிலே നമ്മുടെ വീട്ടിലെ ദേവ മനുഷ്യர்கள் எழும்புவார்களாக என்று சொல்லுகிறேன். ആമേൻ, ഞാൻ പറയാം, ഒരു ദൈവ പുരുഷൻ ഒരു ഭവനത്തിനകത്തുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ ഒരു ദേവ മനുഷ്യൻ ഇരുപ്പാരാനാൽ പൈശാചിക ലോകം വിടുന്ന സകല പദ്ധതികളെയും പൊളിക്കാൻ പറ്റും. അവൻ വാഴുகிற സകല പ്രശ്നങ്ങളിൽ നിന്നും വിടുതല கிடைக்கும். പിശാചിടുന്ന സകല പദ്ധതികളെ അവന് പ്രാർത്ഥനയിൽ പൊളിക്കാൻ പറ്റും. സാത്താൻ കൊണ്ടുവരുகிற സകല പ്രശ്നങ്ങളെയും ജപത്തിലെയും அதை തകർக்க முடியும். എന്റെ വീടിനകത്ത്, എന്റെ ഭവനത്തോടുള്ള ബന്ധത്തിൽ, എന്നുടെ വീട്ടിലെ, ഞങ്ങൾ കേരളത്തില് ആമേൻ, എന്റെ ഭവനത്തിനെതിരെ ആമേൻ, പൈശാചിക ലോകം എപ്പോഴൊക്കെ പദ്ധതി പ്ലാൻ ചെയ്യുമോ, എപ്പോഴെല്ലാം പിശാച് ഞങ്ങൾക്ക് വീട്ടുക്ക് വിരോധമായി പോരാടുന്നാനോ, കർത്താവ് അതെനിക്ക് സ്വപ്നത്തിൽ വെളിപ്പെടുത്തി തരും. അപ്പോഴെല്ലാം ദേവൻ அதை സ്വപ്നത്തിൽ വെളിപ്പെടുത്തി കൊടുപ്പാർ. എനിക്ക് ദർശനത്തിൽ വെളിപ്പെടുത്തി തരും. ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുപ്പാർ. ഉപവസിക്കാൻ ദൈവം നിയോഗം തരുമ്പോൾ ഉപവസിക്കും. അവനെ തുരത്തുവதற்குரிய ബലനെ കർത്താവ് തരുവാർ. പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ജപിക്ക വേണ്ടിയ സൂழ்நிலை കർത്താവ് ഉരുവാക്കി തരുവാർ. നിങ്ങൾക്കറിയാമോ, പിശാച് പ്ലാൻ ചെയ്യുന്ന പദ്ധതിയെ കർത്താവ് വെളിപ്പെടുത്തിയത് പ്രാർത്ഥിക്കുമ്പോൾ, അവൻ കർത്താവ് அதை വെളിപ്പെടുത്തി തരുമ്പോൾ ഞങ്ങൾ ജപിക്കുമ്പോൾ അതിന്റെ മേൽ വലിയ വിജയങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലെ ഞങ്ങൾ ഒരു വലിയ വെற்றிയെ കണ്ടിരിக்கிறோம். നിന്നെ ദൈവം വിളിച്ചത് പിശാചിന്റെ അടിമയായിരിക്കാനല്ല. നിങ്ങൾ ഒരുവേളை പിശാചുക്ക് അടിമയായി ഇരുപ്പதற்கல்ல. ആഭിചാരത്തിന്, മന്ത്രവാദത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. அந்த പിശാചുக்கு നമ്മെ ഒന്നും ചെയ്യാൻ முடியாது. ശത്രുവിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മെ ഒന്നും ചെയ്യാൻ முடியாது. ആമേൻ, എങ്ങനെയെന്നാൽ ഒരു ദൈവ പുരുഷൻ ഒരു വീട്ടിനകത്തുണ്ടായിരിക്കണം. ഒരു വീട്ടിലെ ദൈവ പുരുഷൻ ഇരുപ്പാനാനാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, പ്രാർത്ഥിക്കുന്നവന്റെ വില നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീട് ജപിക്കുന്ന വീടാ എന്നത് നമ്മൾ യോസിക്ക വേണം. ആമേൻ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പലരും പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നും ജീവനോടായിരിക്കുന്നത്. നമ്മുടെ വീട്ടുക്കാக പലരും ജപിക്കുന്നതിനാൽ தான் നാം ഇன்றைக்கு ഇவ்வளவு இருக்கிறோம். ഈ സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ തകർന്നു പോകാത്തത്. ഇன்றைக்கு இந்த சபை உங்களுக்காக ஜெபிக்கிறதுனால தான் நீ தகர்ந்து போகாமல் இருக்கிறீர்கள். ഈ ദൈവ മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾ ജീവനോടായിരിക്കുന്നത്. നിങ്ങൾ ഇங்கே இந்த ஊழியர் ஜெபிக்கிறதுனால தான் நீங்கள் உங்களுடைய தகர்க்கப்படாமல் இருக்கிறீர்கள். ഇന്ന് രാത്രികാലം പറഞ്ഞാട്ടെ, എന്റെ ഭവനത്തിൽ നിന്നും ഒരു ദൈവ പുരുഷൻ എഴുന്നേൽക്കണം. என்னுடைய வீட்டிலிருந்தும் ஒரு தேவ மனிதன் எழும்பணும் என்று விரும்புவோம். മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, ഒരു ദൈവ പുരുഷൻ എഴുന്നേൽക്കണം. அதற்காக நாம் ஜெபிப்போம், நம்ம வீட்டில் ஒரு தேவ மனிதன் எழும்பட்டும். നോക്കിയപ്പോൾ ഈ എലീശ ഇതറിഞ്ഞു. அந்த எலிசா அங்கே இருக்கிறார். ആമേൻ, എലീശ വസ്ത്രം കീറിയില്ല. அவன் எலிசா
വസ്ത്രം കീറിയില്ല. അവൻ വസ്ത്രം കീറവില്ലേ. രാജാവ് വസ്ത്രം കീറി. അവൻ വസ്ത്രം കിളിത്താൻ. അവൻ ഇതൊരു തമാശ അല്ലെങ്കിൽ ഇതൊരു വഴക്കുണ്ടാക്കുന്ന ഒരു വിഷയം പോലെ അവന് തോന്നി. അവനക്ക് തോന്നുന്നു ഇതെന്നോ വഴക്കാന പ്രശ്നം എന്ന് നിனைத்தான். പക്ഷേ ആത്മാവിൽ നടക്കുന്ന എലീശയ്ക്ക് മനസ്സിലായി, അഭിഷേകം പെറ്റ இந்த എലിസാക്ക് പുരിന്തത് ഇത് ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയമാണ്. ദേവൻ അത്ഭുതം ചെയ്യ വേണ്ടിയ സമയം. ഇന്ന് രാത്രി നിനക്കെതിരെ വരുന്ന പ്രതിസന്ധികളെ നോക്കി ശക്തിയോടെ പറയണം, ഇത് ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ള സമയമാണ്. ഞാൻ അധികാരത്തോട് சொல்கிறேன், ഇത് ദേവൻ വെളിപ്പെട വേണ്ടിയ നേരം. ജഡീകർക്ക് അത് മനസ്സിലാകത്തില്ല. എല്ലാവർക്കും മാംസത്തിൽ இருக்கிறவர்களுக்கு അത് പുരിயாது. ആത്മാവിൽ നടക്കുന്നവർക്കറിയാം. ആവിക്കുரியவர்களுக்கு അത് പുരിയും. ഈ കഷ്ടത എന്റെ ജീവിതത്തിനകത്തൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ്. இந்த കഷ്ടം എൻ வாழ்க்கையில വന്നത് ദേവന്റെ വല്ലമൈ വെളിപ്പെടുവதற்காக. ആമേൻ. ഞാനിത് പറയുമ്പോൾ ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവിക സ്വസ്ഥത ഉണ്ടാകാൻ പോകുന്നു. വീട്ടിലെ ഒരു ആണ്ടോടെ ഒരു സുഖം ഉണ്ടാക പോകുന്നത്. ആമേൻ. അടിക്കടി വരുന്ന രോഗങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും മുഖേന നിരാശയോടെ നീ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നു. ഉங்க വീട്ടിൽ അടിക്കടി വരുന്ന പ്രശ്നയിലിருந்து വിടുതலை கிடைக்க வேண்டுமானால் உங்களுக்கு அதற்கேற்ற அபிஷேகம் இன்றைக்கு தேவை. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, ഈ എലീശ അവൻ പറയുക, അവനെ ഇങ്ങ് കൊണ്ടുവാ. എലിസാ சொல்றான், അവനെ ഇങ്ങ് അനുപ്പുங்கள், അവനെ ഇഞ്ഞ് വിടുക, അവനെ ഇങ്ങേ അനുപ്പുங்கள். ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ അവൻ പറയുകയാണ്, ആമേൻ, അവനെ ഇഞ്ഞ് വിടുക, അവനെ ഇങ്ങ് കൊണ്ടുവരിക. അവൻ ജപിக்கிற ഒരു മനുഷ്യൻ ചൊല്ലുവാൻ, പ്രശ്നയോട് വരുகிறവനെ ഇങ്ങ കൊണ്ടുവാ. അപ്പൊ നോക്കിയേ, ഈ നയമാൻ എലീശയുടെ എലീശ പാർക്കുന്ന ആ ഭവനത്തിലേക്ക് വരുന്നു. இப்பொழுது எலிசா அவன் இப்பொழுது அந்த நாகமானை தன்னுடைய வீட்டுக்கு நேராக, நாகமான் எலிசாவுடைய வீட்டுக்கு நேராக கடந்து வருகிறான். എലീശ ആമേൻ ഭവനത്തിനകത്തിരിക്കുകയാണ്. എലിസാ വീട്ടുക്ക് உள்ளே இருக்கிறான். ആമേൻ. നയമാൻ വീടിന്റെ വെളിയിൽ വന്ന് നിൽക്കുന്നു. നാഗമാൻ വീട്ടുക്ക് വെളിയെ വന്ന് നിൽக்கிறான். എലീശ ആളയച്ചിട്ട് പറയുന്നു, എലിസാ ആളയച്ചു, ആൾ അനുപ്പി சொல்லுகிறார், ആമേൻ, നീ യോർദാനിൽ ചെന്ന് നീ യോർദാനിലെ പോയി 7 പ്രാവശ്യം മുങ്ങി കുളിക്കുക. നീ 7 മുறை മുങ്ങ് കുളിക്കുക, മുങ്ങുക. വേണ്ടും. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഈ എലീശ ഇദ്ദേഹത്തെ കണ്ടില്ല. എലിസ இந்த മനുഷ്യനെ பார்க்கவில்லை. എലീശ ഇദ്ദേഹത്തെ കണ്ടില്ല. എലിസ இந்த നാഗമാനെ பார்க்கவில்லை. പക്ഷേ ആത്മാവിൽ ഈ മനുഷ്യൻ കണ്ടു. അവന്റെ ആത്മാവെ അവർ பார்த்தார். അമ്മ ഈ എലീശയുടെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ എലിസാവെ നമ്മ വിശേഷമായി പുരിந்து കൊള്ള വേണ്ടും. ഈ 6-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. നിങ്ങൾ 6வது அதிகாரத்தை വീട്ടിലെ പോയി വാസിத்து കൊള്ളുക. ഇപ്പോ ആരും വായിക്കരുത്. இப்பொழுது நீங்க வாசிக்க வேண்டாம். വീട്ടിൽ പോയി വായിക്കണം. വീട്ടിലെ പോയി വാസിத்து കൊള്ളുക. 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 6வது அதிகாரത്തിലെ ചൊല്ലുகிறாർ, അരാമ്യ സൈന്യത്തിന്റെ രാജാവ് തന്റെ ശയനഗ്രഹത്തിനകത്ത് സംസാരിക്കുന്നത് എലീശയ്ക്ക് പരിശുദ്ധാത്മാവോട് വെളിപ്പെടുത്തുമായിരുന്നു. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തിൽ 12-ാം വാക്യം, 6:12. பள்ளி அறையிலே நீர் சொல்லுகிறதையும் இஸ்ரவேலின் ராஜாவுக்கு இந்த எலிசா தீர்க்கதரிசிக்கு சொல்லுவார் என்று சொன்னார். அப்ப எலீശയുടെ ആ ഒരു ആത്മതലം മനസ്സിലായോ? അവന്റെ ആവിയെ പറ്റി പുരിയുகிறதா? അടുത്തുള്ള വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, വേറൊരു രാജ എന്ന തിട്ടമിടുകയാണോ, അമേരിക്കയിൽ ഇരിക്കുന്ന ട്രംപ്, അതേ ഇവൻ പുരിந்துകൊണ്ട് അമേരിക്കയിലുള്ള ട്രംപ്, അമേരിക്കയിലുള്ള ട്രംപ് അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നത്, അവർ എന്നെ തിട്ടമിടുകയാറോ, ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങേ ഇരുന്നുകൊണ്ട് ഒരു പ്രവാചകൻ, ഒരു തീർക്കദരിസി പ്രാർത്ഥനയില് ജപത്തില് അതിനെ വെളിപ്പെടുത്തുന്നു, அதை வெளிப்படுத்திക്കൊണ്ടിരിக்கிறார். 18 മണിക്കൂർ ഇവിടുന്ന് യാത്ര ചെയ്യണം അമേരിക്കയ്ക്ക്. 18 മണി നേരം பயணம் செய்ய வேண்டும் അമേരിക്കാവുക്ക്. അത്രയും ദൂരത്തിരിക്കുന്ന അടുത്തൊരു ഭൂഖണ്ഡത്തിൽ ഇരിക്കുന്ന മനുഷ്യന്റെ കാര്യം, അவ்வளவு ദൂരത്തിലെ இருக்கிற அந்த മനുഷ്യൻ യോസിക്കുന്നത്, ഇത്രയും ദൂരത്തിൽ ഇരുന്നുകൊണ്ട്, ഇவ்வளவு ദൂരത്തിലെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ജപിக்கிற ഒരു മനുഷ്യൻ ആ പ്ലാനിനെ പുറത്തു കൊണ്ടുവരികയാണ്. அந்த രഹസ്യങ്ങളെ വെളിയെ കൊണ്ടുവരികയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാവോ?
ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാമോ? இந்த இரவுல நம்ம அதை நம்பலாமா? എനിക്കെതിരെ പിശാചിടുന്ന സകല പദ്ധതികളെയും, இன்றைக்கு நமக்கு எதிராய் வருகிற பிசாசின் சகல தந்திர கிரியைகளையும், എന്റെ സഭയ്ക്ക് വിരോധമായി പിശാചിടുന്ന സകല പദ്ധതികളെയും, நம்முடைய சபைக்கு எதிராய் சத்துரு கொண்டு வருகிற சகல கிரியைகளையும், എന്റെ കുടുംബത്തിന് വിരോധമായി പിശാചിടുന്ന സകല പദ്ധതികളെയും, குடும்பங்களுக்கு எதிராய் சத்துரு கொண்டு வருகிற சகல கிரியைகளையும், എന്റെ പ്രാർത്ഥനാ പായിൽ ഇരുന്നു കൊണ്ട്, എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട്, ஜெப அறையிலே இருந்து கொண்டு എനിക്കത് ആത്മാവിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. எனக்கு அதை வெளிப்படுத்தி தர தேவனுக்கு முடியும். ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇതാ. ക്രിസ്തവ வாழ்க்கை என்று சொல்லுகிற இதுதான். പിശാചിന് നമ്മുടെ വീട്ടിനകത്ത് തേർവാഴ്ച നടത്താൻ ഒക്കത്തില്ല. പിശാച് നാം ആവിക്രിയവர்களா இருந்தா പിശാച് உள்ள ஏற முடியாது. ആമേൻ. നോക്കിയേ, അപ്പോൾ ഈ എലീശയുടെ ആത്മതലം മനസ്സിലായോ? அந்த எலிசாவுடைய அந்த ஆவிக்ரிய நிலைமையை புரிந்து கொண்டீர்களா? കാരണം തന്റെ മുമ്പിലെല്ലാം ആമേൻ ഒരു സ്ക്രീനിൽ വെളിപ്പെടുന്നത് പോലെ, സ്ക്രീനിൽ കാണുന്നത് പോലെ അദ്ദേഹം കാണുന്നു. ஒரு ஸ்கிரீன்ல தெரிகிறது போல எல்லா காரியத்தையும் ஆண்டவர் அவனுக்கு வெளிப்படுத்தி கொடுக்கிறார். ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം നീ കർത്താവിനോട് കൂടിയിരുന്നാൽ, மிகவும் முக்கியமான ஒரு நல்ல சபையை கர்த்தர் உங்களுக்கு தந்திருப்பாரானால் നിശ്ചയമായിട്ട് നിന്റെ മേൽ ചിലത് കർത്താവ് തുറക്കും. നമ്മൾ ദൈവത്തോട് കൂടിയിരുന്നാൽ, നാം കർത്തരോട് ചേർന്നിരുന്നാൽ, ദൈവം നമ്മുടെ മുകളിൽ ആമേൻ സ്വർഗീയ ദർശനങ്ങളാൽ ദൈവം നമുക്ക് മുൻപാകെ പരലോക ദർശനങ്ങളെ കൊടുക്ക വല്ലവരായിരിக்கிறார். വില കൊടുക്കണം, നമ്മൾ വില കൊടുക്കണം, அதுக்கு ஒரு സമയം കൊടുക്ക വേണം. നമ്മൾ അതിന് വില ക്രയം செலுத்த வேண்டும். വില കൊടുക്കണം, அதுக்கு ക്രയം செலுத்த வேண்டும். ഉഴപ്പന്മാർക്ക് ഇത് കിട്ടത്തില്ല, ഉഴപ്പി നടക്കുന്നവർക്ക് ഇത് കിട്ടത്തില്ല. ഉഴപ്പിനാല കിടക്കാതെ. മനസ്സിലായോ? சரியா கேட்கல, அதான் இல்லை கேட்குது, அது கொஞ்சம் தெளிவாக கேட்கல. சொல்லுங்க சொல்லுங்க. ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഈ സമയം ഉണ്ടായിട്ടും, സമയം ഇരുന്നും പ്രാർത്ഥിക്കാൻ ചിലർക്ക് ഒക്കത്തില്ല. അനേകർക്ക് ജപിക്ക മുടിയறதில்ல. അവർക്ക് ആകെ ഞായറാഴ്ചത്തെ പ്രാർത്ഥനയേ ഉള്ളൂ. അവർക്ക് ഞായറാഴ്ച ഒരു ആരാധന தான் ഉണ്ട്. രാത്രി പോലും വീട്ടിൽ കുടുംബത്തിൽ പ്രാർത്ഥിക്കത്തില്ല. இரவு கூட வீட்டில കുടുംബமா ജപിக்கிறதில்ல. ആ വ്യക്തിയാ പറയുന്നത്, அந்த ആള് தான் சொல்லுகிறது, എന്നെ ഉപയോഗിക്കണേ, എന്നെ பயன்படுத்தணுமே. നടക്കത്തില്ല, നടക്കത്തില്ല, അത് നടക്കാതെ. എന്റെ 12ാം വയസ്സ് തൊട്ട് ഞാൻ ഉപവസിച്ചു തുടങ്ങിയ ആളാണ്. ഞാൻ എന്റെ 12 വയസ്സിലിരുന്ന് ഉപാസിക്ക തുടങ്ങണേൻ. എന്റെ 11ാം വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ 11ാவது വയസ്സിൽ ജ്ഞാനസ്നാനം എടുത്തുകൊണ്ട് 10ാം വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. 10ാவது വയസ്സിൽ അഭിഷേകം പെറ്റുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് എന്റെ അമ്മ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. എനിക്ക് അമ്മ സത്തം പോട്ട് ജപിக்கிற ഒരു തായാറായിരുന്നാர்கள். ഞാൻ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ എന്റെ അമ്മ കണ്ണീരോട് എടുത്ത് കരയുന്ന എനിക്ക് കാണാം. ഞാൻ കാലയിൽ എഴുമ്പോത് അവരുടെ അമ്മ അഴുതുകൊണ്ടിരിക്കുന്നത് ഞാൻ பார்த்திருக்கிறேன். പക്ഷേ അതിന്റെ എല്ലാം എന്റെ ശുശ്രൂഷയിൽ എനിക്ക് കാണുവാൻ സാധിച്ചു. അതിന്റെ ഫലനെ ഞാൻ കാണാൻ முடிந்தது. ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകും. ഉങ്ങളുടെ ജപിக்கிற പെற்றோரா இருந்தா உங்களுடைய தலைமுறைகள் ഒരു നാളും കെട്ടുപോകാതെ. ഇന്നും ഉപവാസവും പ്രാർത്ഥനയുമാണ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഞങ്ങളുടെ வாழ்க்கையில ഇன்றைக்கும் ഉപവാസവും ജപം தான் எங்களுடைய வாழ்க்கையை நிலைநிறுத்துகிறது. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് 21 days ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട്. நான் இங்கே வருவதற்கு முன்னதாகவே 24 நாள் ஜெபித்து உபவாசித்து விட்டு தான் வந்திருக்கிறேன். ഇവിടെ വന്നപ്പോൾ ഇവിടെ 21 days ഫാസ്റ്റിംഗ്. இங்க வரும்போது இங்கேயும் 21 நாள் உபவாசம். എനിക്ക് വലിയ സന്തോഷം തോന്നി. எனக்கு மிகவும் சந்தோஷமா இருந்தது. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. எனக்கு ரொம்ப சந்தோஷமா இருந்தது. ഞാൻ ഇവിടെ ഏറ്റവും ബാക്കിൽ വന്നിരിക്കും. நான் எப்போதும் அந்த பின்னாடி உட்கார்ந்திருப்பேன். പക്ഷേ ഇതിന്റെ അകത്ത് ദൈവ സാന്നിധ്യം വലുതാണ്. ஆனால் தேவ சமூகம் பெரியது. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, நான் എന്റെ മனைവിടത്തിൽ சொன்னேன், നമുക്ക് ഇനി ഇവിടെ തന്നെ പോയാൽ മതി. നമുക്ക് ഇനി ഇങ്ങதான் വര வேண்டும். കാരണം ഇതിനകത്ത് ഒരു വലിയ ദൈവ സാന്നിധ്യം ഉണ്ട്. ഇങ്ങ ഒരു ദൈവ പ്രസന്നം இருக்கிறது. അസാധാരണമായ ദൈവ സാന്നിധ്യത്തിനകത്ത് ഇങ്ങ ഒരു பெரிய தெய்வ பிரசன்னத்தை பார்க்க முடிகிறது. ഞങ്ങൾക്ക് ഒരു 80% തമിഴ് മനസ്സിലാവും. எனக்கு ஒரு 80% தமிழ் புரியும். பேசுனதிലൊരു ബുദ്ധിമുട്ടുണ്ട്. பேசுகிறதுக்கு கொஞ்சம் முடியாது. അത് വരും, അത് ശരിയാവും. அது சரியாகிரும். അപ്പോൾ
ഈ പാസ്റ്റർ ഇവിടെ പ്രസംഗിക്കുന്ന വചനങ്ങളെല്ലാം എന്റെ പ്രശ്നത്തിൽ കർത്താവിനോട് സംസാരിച്ച വചനം. எங்க பேசுகிற ஒவ்வொரு வார்த்தையும் கர்த்தர் என்னுடைய பிரச்சனைக்காக பேசுகிறதாக இருந்தது. എന്റെ ക്രൈസിസിൽ ഞാൻ അനുഭവിച്ച എന്റെ ലൈഫിനകത്ത് ഞാൻ കടന്നു വന്ന തീച്ചു ഒരിക്കലും ചിന്തിക്കരുത്. ഇന്ന് ഈ മൈക്കും പിടിച്ച് ഇവിടെ നിൽക്കുമ്പോൾ സുഖം പരിപാടിയായിരുന്നു ഒരിക്കലും ചിന്തിക്കരുത്. நான் இப்பொழுது இங்க மைக்கம் பிடித்து விட்டு நிற்கிறதுனால எனக்கு எந்த பிரச்சனையும் இல்லை என்று நினைக்க கூடாது. ഇതിന്റെ പിറകിൽ നീണ്ട വർഷങ്ങൾ ദൈവം എന്നെ പണിഞ്ഞു. இதுக்கு முன்னாக பல வருடங்கள் ஆண்டவர் என்னை உருவாக்கி இருக்கிறார். കഴിഞ്ഞ 10-18 വർഷം കർത്താവ് എന്നെ തീയിലൂടെ കടത്തി. 18 வருஷமாக கர்த்தர் என்னை ஒரு அக்கினி சோதனை வழியாய் நடத்தி இருக்கிறார். വെള്ളത്തിലൂടെ ഞാൻ കടന്നുപോയി. தண்ணீர்களை கடக்க வேண்டியது வந்தது. അസാധാരണമായ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നു. பயங்கரமான பிரச்சனைகளை சந்திக்க வேண்டியது வந்தது. പക്ഷേ ആ പ്രതിസന്ധിയിലാണ് എൻ്റെ മേൽ അഭിഷേകം കർത്താവ് പകർന്നത്. அந்த பிரச்சனையின் மத்தியில தேவன் தம்முடைய അഭിഷേകத்தை எனக்கு கொடுத்தார். ഇന്ന് രാത്രി വിശ്വസിച്ച് പറ, എൻ്റെ പ്രതിസന്ധിയിൽ ഞാൻ തകരത്തില്ല. ദൈവത്തിന്റെ ആ അഭിഷേകത്താൽ ദൈവം എന്നെ നിറയ്ക്കും. சொல்லுங்க, எந்த பிரச்சனையில நான் தகர்க்கப்பட்டு போவதில்லை, எனக்குள்ள இருக்கிற அபிஷேகத்தினால் நான் ஜெயம் பெறுவேன் என்று. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ആണ്ടവരെ മഹിമപ്പെടുത്തുவோம். അപ്പോൾ നോക്കി, ഈ എലീശ അവൻ പറയുകയാണ്, യോർദാനിൽ പോയി നീ മുങ്ങുക. എലിസാ ദീർഘദർശി இப்பொழுது சொல்லுகிறார், യോർദാനിൽ പോയി മുങ്ങ്. അപ്പോൾ നയമാൻ ഇത് കേട്ടപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നാഗമാനുക്ക് ഇത് ഇഷ്ടപ്പെടവില്ല. നയമാന്റെ ഹൃദയത്തിനകത്ത് ചില അദ്ദേഹം പ്ലാൻ ചെയ്ത് വെച്ച ചില പരിപാടിയുണ്ട്. നാഗമാൻ തന്റെ മനതിലെ തിട്ടമിട്ടിരുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. ഞാൻ വരുമ്പോൾ എലീശ ഇങ്ങനെ വരും. എലീശ அப்படி வருவார். എന്റെ മേൽ കൈ ഇങ്ങോട്ട് ആട്ടും. என் மேல கையை அப்படியே வைப்பார். എന്നെ എന്തൊക്കെയോ പറയും. ஏதாவது ஒன்று சொல்லுவார். ഞാൻ സൗഖ്യമാവും. நான் സുഖമായി വിടുവേൻ. അദ്ദേഹം പല പ്ലാനും കൊണ്ടാ എലീശയെ കാണാൻ വന്നത്. പല പ്ലാനോട് തിട്ടത്തോട് தான் എലിസ இங்கே வந்து நிற்கிறார். നാഗമാൻ வந்து நிற்கிறார். അദ്ദേഹത്തിന് വീട്ടിൽ വരുന്ന വഴിക്കെല്ലാം അദ്ദേഹം പ്ലാൻ ചെയ്യുകയാ. അവൻ അങ്ങിരുന്നേ പല തിട്ടം പോടുகிறான். ഇറങ്ങി വരും എലീശ. அப்படியே வருவார். കൈയാട്ടും. കൈയായി அப்படியே காட்டுவார். ഞാൻ സൗഖ്യമാവും. நான் സുഖമാവേൻ. എപ്പോഴും മനസ്സിലാക്കിക്കോണം, எப்போதும் நீங்கள் புரிந்து கொள்ள வேண்டும், എന്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരം, என்னுடைய நினைவல்ல உங்களுடைய நினைவு, എന്റെ വഴികൾ അല്ല നിന്റെ വഴികൾ, என்னுடைய வழிகள் அல்ல உங்க வழிகள். രാത്രി പ്രാർത്ഥിക്കാവോ, എന്റെ പദ്ധതികളെല്ലാം പൊളിയട്ടെ, என்னுடைய நினைவுகள் எல்லாம் என்ற பக்திகள் எல்லாம் போகட்டும். ഒത്തിരി പ്ലാൻ ചെയ്തില്ലയോ? நம்ம எத்தனையோ பிளான் போட்டு வைத்திருக்கிறோம் அல்லவா? ജീവിതത്തിനകത്ത് ഒത്തിരി പ്ലാൻ ചെയ്തില്ലയോ? നമ്മുടെ வாழ்க்கையில പല പ്ലാൻ போட்டோம் அல்லவா? അതെല്ലാം പൊളിഞ്ഞു പോയില്ലയോ? അതെല്ലാം തകർക്കപ്പെട്ടു പോയിട്ടല്ലവാ? ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ അടുത്ത് വരാമെങ്കിൽ, இன்றைக்கு கர்த்தரிடத்தில் நீங்கள் நெருக்கமாய் வருவீர்களானால், ദൈവത്തിന്റെ വഴി ദൈവം നിനക്ക് വെളിപ്പെടുത്തും. உங்களுக்கு ஆண்டவருடைய சித்தத்தை உங்கள் வாழ்க்கையில நிறைவேற்றுவார். യേശുവിൻ നാമത്തിൽ വഴിയിൽ തകർന്നു നിൽക്കുന്നതിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊട്ട് ദൈവിക പദ്ധതിയിലേക്ക് അവൻ ചിലതിനെ കൊണ്ടുവരട്ടെ. വഴിയിലെ പല തകർക്കപ്പെട്ട പാത വഴിയായി കടന്നു പോയിക്കൊണ്ടിരുന്ന നാട്ടിലെ കർത്തർ ഉങ്ങളുടെ வாழ்க்கையில ബലത്ത കാര്യത്തെ ഉங்க வாழ்க்கையில ചെയ്യ പോകുகிறார். ഇന്ന് രാത്രി എല്ലാ മേഖലയിലും ഉടഞ്ഞും തകർന്നും തടസ്സമായി നിൽക്കുന്നവർ മനസ്സിലാക്കുക, നിന്റെ വഴി കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. നിശ്ചയമായിട്ടും അതിന്റെ മേൽ ഒരു ദൈവിക പ്രസാദം വെളിപ്പെടും. നീ ഉൻ வாழ்க்கையில തകർക്കപ്പെട്ട് പല പകുതിയിലെ ഉടയ്ക്കപ്പെട്ട് വന്നിരുപ്പായാൽ ഉൻ வாழ்க்கையை കർത്തരുടെ കരത്തിൽ ഒപ്പുകൊടു. കർത്തർ പെരിയ കാര്യങ്ങളെ ചെയ്യുവാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നയമാന്റെ പ്ലാന് ആട്ടി സൗഖ്യമാകും. നാഗമാന്റെ പ്ലാൻ എല്ലാം എലിസാ ദീർഘദർശി വന്ന് அப்படியே കൈ வைத்து அப்படியே தடவி சுகமாக்குவார் என்று. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് കോപം വന്നു. ഇത കേട്ട ഉടനെ അവർക്ക് ഭയങ്കര കോപം വന്നു വിട്ടു. ഇത് കേട്ടപ്പോൾ കോപം വന്നു. ഇത കേട്ടപ്പോൾ നാഗമാനുക്ക് കോപം വന്നു വിട്ടത്. അപ്പം എപ്പോഴും ഓർത്തോണം, ഒരു ദൈവ പദ്ധതി നിന്നിൽ വെളിപ്പെടുന്നതിന് മുമ്പ്, നീ എപ്പോഴും നിങ്ങൾ പുരിந்து கொள்ள வேண்டும், ഒരു ദൈവ വല്ലമേ ഉங்களுக்குள்ள வெளிப்படுவதற்கு முன்னதாக നിന്നെ പിന്തിരിപ്പിക്കുവാൻ പിശാച് നിന്റെ അകത്ത് പല പ്ലാനും കൊണ്ടുവരും. ഉന്നെ அந்த ஆசீர்வாதத்தை பெற்றுக்கொள்வதற்கு தடையாக சத்துரு பல திட்டங்களை உனக்குள்ள கொண்டு வருவான். ഒരുവേള പാസ്റ്ററോട് നമുക്ക് കോപം വരാം. சில வேளையில பாஸ்டர் மேல உங்களுக்கு கோபம் வரலாம். സഭയോട് കോപം വരാം. സഭയോട് കോപം வரலாம். വിശ്വാസികളോട് കോപം വരാം. വിശ്വാസികളോട് കോപം வரலாம். നമ്മളുടെ ഓഫീസിലെ മാനേജറിനോട് നമുക്ക് കോപം വരാം. നമ്മുടെ മേലെ ഉള്ള അധികാരികളോട് കോപം വരலாம். നീ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് അധികാരികളോട് നിനക്ക് കോപം വരാം. നിങ്ങൾ വേല ചെയ്യുന്ന அந்த ஸ்தாபனத்தின் அதிகாரிகளோடு உங்களுக்கு கோபம் வரலாம். ഒരിക്കലും നീ അവിടുന്ന് എടുത്തിയാടി പോകരുത്. നീ ഒരു നാൾ അങ്ങിരുന്ന് എഴുந்து போக கூடாது. നീ കൃപയിൽ ആശ്രയിച്ച് നിന്നോണം. നീ കൃപയിൽ ബലപ്പെട്ട് നിൽക്ക வேண்டும். എന്തോ നിനക്കൊരു
പ്രമോഷൻ കർത്താവ് അവിടെ ചെയ്യാൻ വേണ്ടി அங்கே പോകുന്നു. ஏதோ ஒரு கர்த்தர் ஒரு ப்ரமோஷன் கொடுக்க போகிறார். ഇങ്ങനെ കോപം വന്ന് നഷ്ടപ്പെടുത്തിയ ശരീരത്തിന്റെ അകത്തിരിപ്പുണ്ട്. இது விதமாய் கோபப்பட்டு வர வேண்டிய ஆசீர்வாதத்தை இழந்தவர்கள் பலருண்டு. നന്മകൾ നഷ്ടപ്പെട്ടു ഇതിനകത്തുണ്ട്. നന്മകളെ ഇളந்தவர்கள் പലരുണ്ട്. ഇന്ന് രാത്രി ആമേൻ ജീവിതത്തിൽ ആമേൻ ആ പിശാചിട്ട സകല പദ്ധതികളെയും പൊളിയട്ടെ. ഇன்றைக்கு പിശാചിൻ സകല ക്രിയകളും തകർക്കപ്പെട്ടു പോവதாக. പക്ഷേ ഇദ്ദേഹത്തിന്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് இந்த നാഗമാന്റെ വേറൊരു ഗുണത്തെ പറ്റി சொல்லியிருக்கு. ഇദ്ദേഹത്തിന്റെ കൂടെ നല്ല ആമേൻ കുറെ ഭൃത്യന്മാരുണ്ടായിരുന്നു. അവനോട് കൂടെ ചില സെർവൻസ് ஊழியர்கள் இருந்தார்கள். ഭൃത്യന്മാരുണ്ടായിരുന്നു. സേവകர்கள், നല്ല കൂട്ടുകാരാ, நல்ல நண்பர்கள். അവര് പറയുകയാ, அவர்கள் சொல்லுகிறார்கள், പ്രവാചകൻ നിന്നോട് വേറൊന്നും പറഞ്ഞില്ലല്ലോ. தீர்க்கதரிசி வேற ஒன்றும் அவர் சொல்லவில்லையே. പോയി കുളിക്കാനല്ലേ പറഞ്ഞു? போய் குளிக்கதானே சொன்னார். പോയി കുളിക്കാനല്ലേ പറഞ്ഞു? குளிக்கதானே சொன்னார். കല്ലത കാട്ടി പോയി അമ്മേ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തെ കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. அங்க காட்டுல போய் மிருகத்தோட பேச சொல்லலையே. സിംഹത്തെ പിടിച്ചോണ്ടുവരാൻ പറഞ്ഞു. சிங்கத்தை பிடிச்சிட்டு வர சொல்லலையே. അല്ലെ പുലിയെ കൊണ്ടുവരാൻ പറഞ്ഞു. புலியை கொண்டு வர சொல்லலையே. ഒന്നും പറഞ്ഞില്ല. ஒண்ணுமே சொல்லல. നീ പോയി കുളിക്ക്. நீ போய் குளியும். നമ്മുടെ കൂട്ടുകാരായിരുന്നെങ്കിലും நமக்கு கூட்டுக்காரர்கள் என்ன இருப்பாங்க? നീ ഇവിടെ നിൽക്കരുത്, நீங்க நிக்காத, ഇവിടുന്ന് വിട്ടു പോക്കണം, இங்க இருந்து ஓடு. നമ്മൾ അവർക്ക് കീഴ്പ്പെടേണ്ട ആവശ്യമില്ല. நம்ம அவங்களுக்கு இதுக்கெல்லாம் காது கொடுக்க வேண்டியதில்லை. നമ്മൾ പാസ്റ്റർക്ക് കീഴ്പ്പെടേണ്ട ആവശ്യമില്ല. நம்ம പാസ്റ്റർക്ക് കീഴ്പ്പെടിയ വേണ്ടിയ தேவையில்லை. ഞാൻ എൻ്റെ കേരളത്തില് ഞങ്ങൾ കേരളാവിലെ എനിക്കൊരു ചർച്ച ഉണ്ടായിരുന്നു. എങ്ങൾക്ക് ഒരു ചർച്ച ഇരുന്നത്. എന്നാൽ ഞാനൊരു പാസ്റ്റർക്ക് കീഴ്പ്പെട്ടിരുന്നു. அந்த பாஸ்டருக்கு கீழ்ப்படிந்திருந்தேன். ആ പാസ്റ്റർക്ക് 72 വയസ്സുണ്ട്. അവർക്ക് 72 വയസ്സ്. ആ പാസ്റ്റർ ഉപവാസം. അവർ പാസ്റ്റർ ഉപവാസം, എപ്പോഴും ഉപവാസം, எப்போதும் உபவாசத்தில். ഞങ്ങൾ രണ്ടുപേരും 21 ദിവസം ഉപവാസം ഇരിക്കും. நாங்க எப்போதும் அவர் உபவாசம் இருப்பார். 21 ദിവസം ഞങ്ങൾ ഉപവാസം. நாங்க அடிக்கடி 21 நாள் உபவாസം இருப்போம். പക്ഷെ ഞാൻ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരുന്നു. நாங்கள் அதற்கு கீழே இருந்தோம். അതിന്റെ അനുഗ്രഹം എനിക്കുണ്ടായി. அந்த ஆசீர்வாதம் எனக்கு உண்டு. സഭയ്ക്ക് കീഴ്പ്പെടണം. സഭയ്ക്ക് കീഴ്പ്പെടിയ വേണ്ടും. ദൈവദാസന്മാർ പറയുന്നതിന് കീഴ്പ്പെടണം. ദേവ ഊഴിയர்கள் சொல்லுகிறதுக்கு கீழ்ப்படிய வேண்டும். അത് തെറ്റോ ശരിയോ നമ്മുടെ വിഷയമല്ല. അത് തട്ടി കളിக்கிறது നമ്മുടെ വേലയില്ല. അത് നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം. അത് ദേവനുക്കും നമുക്കും ഒരു ഐക്യം ശരിയാ ഇരിക്കണം. അത് വലിയ അനുഗ്രഹം കൊണ്ടുവരും. அதனால பெரிய ஆசீர்வாதம் கொண்டு வரும். ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നോക്കിയേ, ഈ മനുഷ്യൻ ഈ കൂട്ടുകാരൻ പറയുകയാണ്, പോയി അങ്ങ് കുളിക്ക്. പോയി കുളിയും. അല്ല പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോയില്ല. പിടിച്ച് നിങ്ങൾ വീട്ടിൽ കൂട്ടിട്ട് പോവില്ല. നമ്മുടെ കൂട്ടുകാരാരാന്ന് ആദ്യം ശ്രദ്ധിക്കണം. അത് നമ്മുടെ നண்பர்கள் யாருன்னு தெரிந்திருக்க வேண்டும். ഈ നുണ പറയുന്നവനുമായിട്ട് കൂട്ടുകൂടരുത്. இந்த இப்படிப்பட்டதான அந்த கோல் சொல்லுகிறவர்களோடு நீ என்ன செய்ய கூடாது? கூட்டு வைத்துக் கொள்ள கூடாது. பொய் சொல்லுவனோடு நீ கூட்டுകൂടരുത്. நீ பொய் சொல்லுகிறவன்ட்ட கூட்டுகாரன் வைக்க കൂടാതെ. சண்டை போடுന്നവനോട് നീ കൂട്ടുകൂടരുത്. சண்டை போடுகிறவன்ட்ட கூட்டு வைக்க கூடாது. നിന്റെ ആത്മീക ജീവിതം നശിപ്പിക്കുന്നവനോട് കൂട്ടുകൂടരുത്. உண்ட ஆவிக்குரிய ஜீவத்துக்கு எதிராய் பேசுகிறவனத்துல நட்பு வைக்க கூடாது. നീ പ്രാർത്ഥിക്കുന്നവനോട് കൂട്ടുകൂടണം. നീ അധികമാ ജപിக்கிறവനத்துல പറ്റു வைத்துக்கொள்ள. അത് നിന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി തീരും. അത് നിന്റെ வாழ்க்கைக்கு ആശീർവാദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ കണ്ണുകൾ അടയ്ക്കാം. ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ജപിക്ക ടൈം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി. ആമേൻ. ഞങ്ങൾ ഈ വചനം കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അനുഗ്രഹമാക്കി ദൈവം മാറ്റണമേ. കൃപയിൽ ഞങ്ങൾ മറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ സമയം അനുവദിച്ച കർത്താവിന്റെ ദാസന് പ്രത്യേകം നന്ദി. കർത്താവ് സഹായിക്കുന്നു.